ഹലോ ഫ്രണ്ട്സ്, ടെക്നിക് മലയാളത്തിലേക്ക് വീണ്ടും സ്വാഗതം. മറ്റൊരു അൺബോക്സിംഗ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത്തവണ വീണ്ടും ഒരു പോക്കോന്റെ 5G ഡിവൈസാണ്. ഇത്തവണ വളരെ ബഡ്ജറ്റ് 5G ഡിവൈസാണ്. അതായത് 10,000 റുപ്പീസിന് താഴെ വരുന്ന ഒരു 5G ഡിവൈസാണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ പോക്കോ M6 5G. അപ്പോൾ നമുക്കറിയാം പോക്കോ M6 Pro ഏതാണ്ട് ഒരു 4 മാസം മുമ്പേ ഇറങ്ങിയ ഒരു ഡിവൈസ് ആയിരുന്നു. അത് കഴിഞ്ഞ് പോക്കോന്റെ ഒരു ബഡ്ജറ്റ് C65 ഇറങ്ങി, അതൊരു 4G ഡിവൈസ് ആയിരുന്നു. ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് പോക്കോ M6, കുറച്ചുകൂടെ ബഡ്ജറ്റ് ഓഫറിംഗ് ആണ്. 10,000 രൂപയ്ക്ക് താഴെ വരുന്ന ഒരു 5G ഡിവൈസാന്ന് പറയും. അപ്പോൾ പേര് തന്നെ ഉണ്ടല്ലേ, പോക്കോ M6 5G എഴുതിയതാണ്. പോക്കോ മെയ്ഡ് ഇൻ ഇന്ത്യ ഡിവൈസാണ്. അപ്പോൾ ഇതിനകത്തെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഓഫർ ചെയ്തിരിക്കുന്നത്, അതേപോലെ തന്നെ ക്യാമറ, ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ ഫീച്ചേഴ്സ് എല്ലാം തന്നെ നമ്മൾ ഈ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നതാണ്. അപ്പോൾ എപ്പോഴത്തെയും പോലെ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക, അതേപോലെ തന്നെ ബെല്ലൈക്കോൺ ക്ലിക്ക് ചെയ്യുമ്പോൾ എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അൺബോക്സിംഗ് തുടങ്ങാം. അപ്പോൾ ഇതാണ് ബോക്സ് പാക്കേജിങ്. പോക്കോ M6 5G എഴുതിയതാണ്. പോക്കോ മെയ്ഡ് ഇൻ ഇന്ത്യ എഴുതിയതും കാണാം. പിന്നെ ബോക്സിൻ്റെ ബാക്കിൽ നമുക്ക് കാണുന്നത് MediaTek Dimensity 6100+ 5G പ്രോസസ്സർ, പ്രീമിയം സ്കൈ ഡാൻസ് OG ഡിസൈൻ ആണ്. അതായത് പോക്കോൻ്റെ ട്രഡീഷണൽ ഒരു ഡിസൈൻ ഉണ്ടല്ലോ, ബ്ലാക്ക് ആൻഡ് ഡിഫറെൻറ്റ് കളർ എന്നുള്ള ആ ഒരു ഡിസൈനാണ്. പിന്നെ കോർണിംഗ് ഗോറില്ല ഗ്ലാസ് സപ്പോർട്ട് ഉണ്ട്. 6.74 ഇഞ്ചസ് ലാർജ് ഡിസ്പ്ലേ ആണ്. 90 Hz റിഫ്രഷ് റേറ്റ് ആണ്. പിന്നെ 50 MP AI ഡ്യുവൽ ക്യാമറ, 5000 mAh ബാറ്ററി, 18 വാട്ട് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ഉണ്ട്. പക്ഷേ ഫാസ്റ്റ് ചാർജർ 10 വാട്ടേ ഉള്ളൂ. അപ്പോൾ അതൊരു ഫാസ്റ്റ് ചാർജർ എന്ന് പറയാൻ പറ്റില്ല, സ്റ്റാൻഡേർഡ് ചാർജറേ ഉള്ളൂ. പിന്നെ ഒറിയോൺ ബ്ലൂ എന്നാണ് നമ്മളിവിടെ കളർ കിട്ടിയിരിക്കുന്നത്. 8256 ആണ്. ഇത് ടോപ്പ് എൻഡ് വേരിയൻ്റ് ആണ്. ഇതിൽ താഴെയുള്ള വേരിയൻ്റ് ഒബ്വിയസ്ലി അവൈലബിൾ ആണ്. അപ്പോൾ ബോക്സ് തുറക്കുമ്പോൾ തന്നെ നമുക്ക് മുകളിൽ കാണുന്നത് പോക്കോ M6 ആണ്. അപ്പോൾ ആ ഒരു ടിപ്പിക്കൽ ഡിസൈൻ കണ്ടില്ലേ, അത് കാണാം നമുക്കിവിടെ. പിന്നെ നമുക്ക് കിട്ടുന്നത് ഒരു സിം ഇജക്റ്റ് പിന്നാണ്. പിന്നെ ഒരു മാനുവലാണ്. ഇതിനകത്ത് സിം ട്രേ ഉണ്ടല്ലേ, ട്രിപ്പിൾ സ്ലോട്ട് ഉണ്ട്. അതേപോലെ തന്നെ സാർ വാല്യൂ 0.858 0.868 ഹെഡ് ആൻഡ് ബോഡി സാർ. അപ്പോൾ അത് നോർമൽ വാല്യൂസാണ് വരുന്നത്. പിന്നെ നമുക്ക് കിട്ടുന്നത് ഒരു അഡാപ്റ്ററാണ്, ഒരു 10 വാട്ട് അഡാപ്റ്ററാണ്, സ്റ്റാൻഡേർഡ് 10 വാട്ട് അഡാപ്റ്ററാണ്. പിന്നെ ഒരു USB Type-C ചാർജിങ് കേബിളാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ബോക്സിനകത്ത് വരും. നമുക്ക് പെട്ടെന്ന് തന്നെ ഡിവൈസ് ഒന്ന് ബൂട്ട് ചെയ്യാം. സോ നമ്മൾ ഫോൺ ബൂട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ 6.74 ഇഞ്ചസ് ഡിസ്പ്ലേ കാണാം. ഒരു പഞ്ച് ഹോൾ ഡിസ്പ്ലേ അല്ല ഇവിടെ നമുക്ക് കിട്ടുന്നത്. ഇവിടെ ഒരു വാട്ടർ ഡ്രോപ്പ് നോച്ചാണ് കിട്ടുന്നത്. നമുക്ക് ഇവിടെ സൈഡ് ബെസൽസും കുഴപ്പമില്ല. താഴത്തെ ബെസൽസ് ഡെഫിനറ്റ്ലി കുറച്ച് ലാർജാണ്. ഒബ്വിയസ്ലി ബഡ്ജറ്റ് ഡിവൈസ്, അതൊരു 10,000 രൂപയ്ക്ക് താഴെയുള്ള 5G ഡിവൈസ് ആകുമ്പോഴുള്ള കോംപ്രമൈസസ് ആണ് വാട്ടർ ഡ്രോപ്പ് നോച്ച് വരുന്നുള്ളൂ. പക്ഷേ ഡിസ്പ്ലേ ക്വാളിറ്റി എനിക്കൊന്നും കുഴപ്പമില്ല. നല്ലൊരു എന്താ പറയുക, മെറ്റീരിയൽ എക്സ്പീരിയൻസ് ഒക്കെ കിട്ടുന്നുണ്ടല്ലേ, വളരെ സ്മൂത്ത് ആയിട്ട് എനിക്ക് തോന്നി. അതേപോലെ 90 Hz റിഫ്രഷ് റേറ്റ് ഉണ്ടാവുകൊണ്ട് തന്നെ ഡിസ്പ്ലേ ക്വാളിറ്റി കുഴപ്പമില്ല. ഇവിടെ നമുക്ക് ടച്ച് റെസ്പോൺസ് റിഫ്രഷ് റേറ്റ് ഓക്കെ. ഇവിടെ നമുക്ക് ഡീഫോൾട്ട് കസ്റ്റം റിഫ്രഷ് റേറ്റ് 90 Hz ഞാൻ സെറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ 90 Hz വരുമ്പോൾ നമുക്ക് ഒബ്വിയസ്ലി കുറച്ചും കൂടി ഒരു സ്മൂത്ത്നെസ് ഡെഫിനറ്റ്ലി നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ നമുക്കിവിടെ എന്താ പറയുക, ഡിസ്പ്ലേൻ്റെ കളർ ക്വാളിറ്റി കുഴപ്പമില്ല, നല്ലൊരു കളേഴ്സാണ്. അത്യാവശ്യം HD+ റെസൊല്യൂഷൻ ഡിസ്പ്ലേ ഉള്ളൂ, എങ്കിലും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. പിന്നെ ടച്ച് റെസ്പോൺസും വളരെ സ്മൂത്തായിട്ട് എനിക്ക് തോന്നി. ലാഗ് ഒന്നും ഞാൻ നോട്ടീസ് ചെയ്തില്ല. ആകെയുള്ളൊരു കുഴപ്പം പഞ്ച് ഹോൾ ഇല്ല, വാട്ടർ ഡ്രോപ്പേ ഉള്ളൂ എന്നുള്ളതാണ്. പിന്നെ ഡിസൈൻ ലാംഗ്വേജ് നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് സിം ട്രേ കാണാം, ട്രിപ്പിൾ സ്ലോട്ടാണ്. ബാക്ക് പാനലിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ട്രഡീഷണൽ പോക്കോൻ്റെ ഡിസൈൻ കാണാം, ഒരു ബ്ലാക്ക് കളറും. അതേപോലെ ഇവിടെ നമുക്കൊരു ഒരു ഗ്ലാസ് ഫിനിഷ് കണ്ടില്ലേ, ഒരു നല്ലൊരു സ്റ്റൈലിഷ് ഗ്ലാസ് ഫിനിഷ് ഉണ്ട്. ഒറിയോൺ ബ്ലൂ എന്ന് പറഞ്ഞാൽ കണ്ടില്ലേ, ഡിഫറെൻറ്റ് പാറ്റേൺസ് വരുന്ന ഒരു ഫിനിഷാണ്. ഇതൊരു ഗ്ലോസി ഫിനിഷാണ്. എന്താ പറയുക, ഗ്ലാസ്സും നല്ല എങ്കിലും നല്ലൊരു ഫിനിഷാണ്. ഇവിടെ 5G എഴുതിയത് കാണാം, പോക്കോൻ്റെ ബ്രാൻഡിങ് കാണാം. ഇവിടെ പവർ ആൻഡ് വോളിയം കീസ്, അതിന് ഫിംഗർ പ്രിൻറ്റ് സ്കാനറായിട്ട് വരുന്നത്. USB Type-C പോർട്ട്, സ്പീക്കർ യൂണിറ്റ്, മുകൾ ഭാഗത്ത് 3.5mm ഓഡിയോ ജാക്ക്. അപ്പോൾ ഇത്രയാണ് ഡിസൈൻ ലാംഗ്വേജ് പറയുക. എനിക്ക് അത്യാവശ്യം നല്ല ഒരു ഇൻഹാൻഡ് ഫീലൊക്കെ തോന്നി. അത്യാവശ്യം മിനിമൽ വെയിറ്റും ലാർജ് ഡിസ്പ്ലേ ആണെങ്കിൽ പോലും അത്രയ്ക്ക് ഒരു ഹെവി ഡിവൈസ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. പിന്നെ ഫിംഗർ പ്രിൻറ്റ് സ്കാനറൊക്കെ യൂസ് ചെയ്യാനൊക്കെ നല്ലതാണ്, കാരണം നല്ലൊരു ഇൻഹാൻഡ് ഫീൽ ഡെഫിനറ്റ്ലി ഉണ്ട്. എങ്കിലും കുറച്ച് ലാർജ് ഡിവൈസാണെന്ന് ഡെഫിനറ്റ്ലി പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇതാണ് ഡിസ്പ്ലേനെ കുറിച്ചും നമ്മൾ ഡിസൈൻ ലാംഗ്വേജ് കുറിച്ച് പറയുകയാണെങ്കിൽ. ഇനി നമുക്ക് സോഫ്റ്റ്വെയറിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എബൌട്ട് ഫോൺ എടുക്കാം. ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് ആക്ച്വലി. MIUI 14.0.2 ഗ്ലോബലാണ്. ആൻഡ്രോയിഡ് 13 ആണ്. 2 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സും 3 വർഷത്തെ സെക്യൂരിറ്റി പാച്ചസും ആണ്. അതായത് ആൻഡ്രോയിഡ് 14ഉം 15ഉം കിട്ടും. അപ്പോൾ ഓൾമോസ്റ്റ് 14 ഒരു വർഷത്തിൻ്റെ അപ്ഡേറ്റിൽ പോയി, കാരണം ഇത് ആൻഡ്രോയിഡ് 14 ഇറങ്ങേണ്ടതായിരുന്നു. എങ്കിലും ഒരു ബഡ്ജറ്റ് ഡിവൈസ് എന്നുള്ള നിലയ്ക്ക് നമുക്ക് അത്രയ്ക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. 8GB റാമാണ് എൻ്റെ വേരിയൻറ്റ്. താഴത്തെ ഒരു വേരിയൻറ്റും കൂടെ ഉണ്ടാവും ഡെഫിനറ്റ്ലി. Dimensity 6100+ ചിപ്പാണ്. പിന്നെ സെക്യൂരിറ്റി പാച്ച് എന്ന് പറഞ്ഞാൽ ഒക്ടോബറിലാണ് വരുന്നത്. അപ്പോൾ ഇത്രയാണ് ഡീറ്റെയിൽ ആസ്പെക്ട്സ്. പിന്നെ നമുക്ക് റെഗുലർലി MIUI കിട്ടുന്ന എല്ലാ ഓപ്ഷൻസും കാണാം കേട്ടോ. MIUI 14 നമുക്ക് കിട്ടുന്ന എല്ലാ ഫീച്ചേഴ്സും തന്നെ ഇവിടെ ഉണ്ട്. അഡീഷണൽ ഫീച്ചേഴ്സ് പോയി കഴിഞ്ഞാൽ നമുക്ക് 1 ഹാൻഡഡ് മോഡ്, ജെസ്റ്റേഴ്സ്, ഇങ്ങനത്തെ കാര്യങ്ങളുണ്ട്. പിന്നെ നോട്ടിഫിക്കേഷൻ കൺട്രോൾ, ഡിസ്പ്ലേ, തീം സപ്പോർട്ട് എല്ലാം തന്നെ ഇൻക്ലൂഡഡ് ആണ്.
ഇനി UI-ൻ്റെ കാര്യം പറയുമ്പോൾ ഇതുണ്ടല്ലേ, ഒരുപാട് ബ്ലോട്ട് വെയർസ് ഉണ്ട്. ആസ് യൂഷ്വൽ എല്ലാ ബഡ്ജറ്റ് ഫോണിലും വരുന്ന മാതിരി ഒരുപാട് ബ്ലോട്ട് വെയർസ് ഇൻക്ലൂഡഡ് ആണ്. നമുക്കിത് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാന്നുള്ളതാണ് ആകെയുള്ള ഒരു അഡ്വാൻറ്റേജ്. കണ്ടില്ലേ, നമുക്കിവിടെ കുറേ എണ്ണം ഇതുണ്ടല്ലോ, ഒരുപാട് ഗെയിംസ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. നമുക്കിതൊക്കെ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാം. അപ്പോൾ നിങ്ങൾ ഫോൺ സെറ്റപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണ്ടാത്ത എല്ലാം തന്നെ അപ്പം തന്നെ എടുത്ത് കളഞ്ഞേക്കണം. കാരണം പിന്നീട് നമ്മൾ വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അത് വെറുതെ അൺവാണ്ടഡ് സ്പേസ് ഓക്യുപ്പൈ ചെയ്യും. അതേപോലെ തന്നെ നമുക്ക് വേണ്ടാത്ത ഒരു ആപ്പ് ആയതുകൊണ്ട് തന്നെ നമ്മൾ യൂസും ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ അതെല്ലാം ഞാൻ ജസ്റ്റ് കണ്ടില്ലേ, കാരണം ഇതൊക്കെ നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാവുന്ന ആപ്സാണ്. ഇങ്ങനത്തെ കുറേ എണ്ണം ഉണ്ട് ആക്ച്വലി. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ അൺഇൻസ്റ്റാൾ ചെയ്ത് ആവശ്യമില്ലാത്ത എല്ലാം തന്നെ നിങ്ങൾക്ക് കളയാവുന്നതാണ്. പക്ഷേ UI എക്സ്പീരിയൻസ് കുഴപ്പമില്ല. ഈ ഒരു കാര്യം ഒഴിച്ച് കഴിഞ്ഞാൽ എഗെയിൻ ബഡ്ജറ്റ് ഡിവൈസ് ആകുമ്പോൾ ചില കോംപ്രമൈസസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അത് വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്കൊന്ന് UI എക്സ്പീരിയൻസ് കുഴപ്പമില്ല. പിന്നെ നോട്ടിഫിക്കേഷൻ ടോഗിളാണെങ്കിലൊക്കെ തന്നെ നമ്മൾ ഈ MIUIൻ്റെ റെഗുലർ എക്സ്പീരിയൻസ് തന്നെയാണ് ഇവിടെ വരുന്നത്. അപ്പോൾ അതാണ് സോഫ്റ്റ്വെയറിൻ്റെ കാര്യം പറയാം. പിന്നെ 2 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സ് പ്രോമിസ്ഡ് ആണ്. ഇനി പെർഫോമൻസിലേക്ക് വരുമ്പോൾ നമുക്കിവിടെ കിട്ടുന്ന Dimensity 6100 ചിപ്പാണ്, 100+ ചിപ്പാണ്. ഇതൊരു ഡീസൻറ്റ് എൻട്രി ലെവൽ 5G ചിപ്പ് എന്നുള്ളതിലേക്ക് എനിക്ക് തോന്നുന്നു കുഴപ്പമില്ലാത്ത ഒരു പെർഫോമൻസ് ആണ് വരുന്നത്. അത്യാവശ്യം ഡേ ടു ഡേ യൂസേജിലും അങ്ങനത്തെ നമ്മൾ വാട്സാപ്പോ സോഷ്യൽ മീഡിയ അങ്ങനത്തെ ഒക്കെ യൂസേജ്, കോൾസ്, ബ്രൗസിങ്, ഇതിലൊക്കെ തന്നെ നല്ലൊരു സാറ്റിസ്ഫാക്ടറി പെർഫോമൻസ് ആണ് 6100+ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതിനൊപ്പം തന്നെ നമുക്ക് up to 8 GB റാം ഉണ്ടാവുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഒരു സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ് നമുക്ക് കിട്ടുന്നത്. ലാഗോ ഇഷ്യൂസ് ഒന്നും ഞാൻ നോട്ടീസ് ചെയ്യില്ല. എഗെയിൻ ഇതൊരു ഹെവി ടാസ്കിന് പറ്റിയൊരു ചിപ്പല്ല, കാരണം ബഡ്ജറ്റ് സെഗ്മെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ബഡ്ജറ്റിൽ ഇതിൽ പ്രയോറിറ്റി കൊടുത്തിരിക്കുന്നത് 5Gക്കാണ്. അപ്പോൾ 5G സിം കാർഡിനെങ്കിൽ നിങ്ങൾക്ക് എല്ലാ 5G നെറ്റ്വർക്കും നിങ്ങൾക്ക് ഇതിനകത്ത് കിട്ടുന്നുള്ളതാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. അപ്പോൾ ഇനി ക്യാമറയിലോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് 50 MP ഡ്യുവൽ ക്യാമറയാണ് വരുന്നത്, AI ക്യാമറ. അതേപോലെ ഒരു 5 MP സെൽഫി ക്യാമറയാണ് വരുന്നത്. ഈ ക്യാമറ UI നോക്കുകയാണെങ്കിൽ നമുക്കറിയാം സ്റ്റാൻഡേർഡ് UI തന്നെയാണ്, ഇതിൽ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. ഇവിടെ നമുക്ക് 1080p 30 FPS കിട്ടുന്നത്. പിന്നെ ഫോട്ടോ മോഡ്, പോർട്രേറ്റ് മോഡ്, നൈറ്റ് മോഡ്, പിന്നെ 50 MP മോഡും ഉണ്ട്. സെൽഫി ക്യാമറയാണ്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്യാമറയാണ്. അപ്പോൾ നമുക്ക് കുറച്ച് ക്യാമറ സാമ്പിൾസ് കാണാം. ഇതെല്ലാം പോക്കോ M6 നിർത്തുന്ന ക്യാമറ സാമ്പിൾസ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഡേ ലൈറ്റ് ക്യാപ്ചേഴ്സും ഒക്കെ തരുന്ന ഒരു അത്യാവശ്യം ഭേദപ്പെട്ട ഒരു ക്യാമറ എക്സ്പീരിയൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിനകത്ത് വരുന്ന 5000 mAh ബാറ്ററിയാണ്. അതിനൊപ്പം തന്നെ നമുക്ക് 18 watt ചാർജിങ് സപ്പോർട്ടേ ഉള്ളൂ, ചാർജർ ഇല്ല. അപ്പോൾ നമുക്കൊരു 500 rupees കൂടെ അഡീഷണൽ കൊടുക്കുകയാണെങ്കിൽ ഷവമീൻ്റെ 18 watt ചാർജർ കിട്ടും. അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ 18 watt ചാർജിങ് വളരെയധികം ഫാസ്റ്റ് ആയിരിക്കും. 10 watt അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ 10 watt വളരെ സ്ലോ ആയിരിക്കും. അപ്പോൾ അത് ചാർജ് ചെയ്തെടുക്കാൻ ഒരുപാട് സമയം എടുക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഒരു 400-500 കൊടുത്തു കഴിഞ്ഞാൽ ഒഫീഷ്യൽ 18 watt ചാർജർ കിട്ടും. അപ്പോൾ അതിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാണ് നല്ലത് ഈ ഡിവൈസ് എടുക്കുകയാണെങ്കിൽ. കാരണം കുറച്ചും കൂടെ ഫാസ്റ്റർ ആയിട്ട് നമുക്ക് ചാർജ് ചെയ്യാം. അറൗണ്ട് 2.5 hours 2 hours മുകളിൽ എന്തോ 18 watt എടുക്കുള്ളൂ. പക്ഷേ 10 watt ആണെങ്കിൽ 3 hours മുകളിൽ എടുക്കും. അപ്പോൾ അത് വളരെ സ്ലോ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് അത് റെക്കമെൻഡ് ആണ്. പിന്നെ ബാറ്ററി ലൈഫിൻ്റെ കാര്യത്തിൽ എനിക്കൊന്ന് നല്ല ഒരു എക്സ്പീരിയൻസ് ആണ്. നമുക്കറിയാം Dimensity 6100+ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ചിപ്പാണ് ഇൻ ടേംസ് ഓഫ് ബാറ്ററി എഫിഷ്യൻസി. അപ്പോൾ ഒരു ഡീസൻറ്റ് എക്സ്പീരിയൻസ് നമുക്ക് കിട്ടും. 1-1.25 ദിവസമൊക്കെ ഈസിലി ലാസ്റ്റ് ചെയ്യുന്ന ഒരു ബാറ്ററിയാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് എനിക്ക് വലിയ പ്രോബ്ലംസ് ഒന്നും തന്നെ ഞാൻ നോട്ടീസ് ചെയ്യില്ല. അപ്പോൾ ഇതായിരുന്നു പോക്കോ M6 5Gൻ്റെ ഒരു അൺബോക്സിങ് ഹാൻഡ്സ് ഓൺ വീഡിയോ. അപ്പോൾ ഓവറോൾ എനിക്ക് തോന്നുന്നു നല്ലൊരു 5G പാക്കേജാണ്. ഇത് 10,000 രൂപയ്ക്ക് താഴെ വരുമെന്ന് മാത്രമേ എനിക്ക് അറിയുള്ളൂ. എത്രയാണ് പ്രൈസിങ് ഇപ്പോൾ അൺബോക്സ് ചെയ്യുന്ന സമയത്ത് അറിയില്ല. എങ്കിലും ഞാൻ കമൻറ്റ് സെക്ഷനിൽ അല്ലെങ്കിൽ ടൈറ്റിലോ പോസ്റ്റ് ചെയ്യാം. ഓവറോൾ നല്ലൊരു ബഡ്ജറ്റ് 5G ഡിവൈസ് എന്നുള്ള നിലയ്ക്ക് Dimensity 6100+ ഉള്ള പോക്കോ M6 കുഴപ്പമില്ലാത്ത ഒരു ഓഫറിംഗ് ആണ്. അപ്പോൾ ഈ ഡിവൈസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. Hope to see you in our next video. Have a great day.